പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവതിരുസന്നിധിയിൽ വ്യാപരിക്കുന്നവരെ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ആവശ്യമായ ചില സമയവും കാലവും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായി. അതുകൊണ്ട് തന്നെ അനുഗ്രഹത്തിൻ്റെ കാലങ്ങൾ, അതാണ് നമ്മൾ ആരാധനയിലെ വിഷയമാക്കുന്നത്. അനുഗ്രഹത്തിൻ്റെ കാലങ്ങൾ എപ്പോഴൊക്കെയാണ് ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്? ഏത് കാലത്താണ്? എങ്ങനെയാണ്? ഏത് കാലത്താണ് നമുക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നത്? എപ്പോഴാണ് ദൈവാനുഗ്രഹത്തിൻ്റെ ദൂതൻ എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ദൈവാനുഗ്രഹത്തിൻ്റെ ദൂതൻ അനുഗ്രഹത്തിൻ്റെ കാലം വിളംബരം ചെയ്തുകൊണ്ട് എവിടെ എപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു? നമ്മുടെ ജീവിതത്തിൽ. അതാണ് നമ്മുടെ ശുശ്രൂഷയുടെ സന്ദേശ വിഷയം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, പാപമോചനത്തിനായുള്ള മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം ഏറ്റുപറഞ്ഞ്, പാപമോചനത്തിനായുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പം നമ്മുടെ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ജീവിത മരുഭൂമിയിൽ കർത്താവിൻ്റെ വചനം എപ്പോഴും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ദൈവസന്ദേശങ്ങൾ നമ്മൾക്കിങ്ങനെ 110-ാം സങ്കീർത്തനം പറയണ പോലെ, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് ദീപവും പാതയിലെ പ്രകാശവുമാണ്. പാതയിലെ പ്രകാശം കാലത്തിനൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കാം. കർത്താവിൻ്റെ ഓരോ വചനവും പ്രകാശത്തിൻ്റെ സ്രോതസ്സാണ്. അവിടുന്ന് ചുരുൾ നിവർത്തിയപ്പോൾ പ്രകാശം ചുരിഞ്ഞെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. അതുകൊണ്ട് ഓരോ വചനവും, ദൈവത്തിൻ്റെ ഓരോ വചനവും കാലപ്രകാശമാണ്. ചിലപ്പോൾ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ പ്രകാശിക്കുന്ന വചനം ഏതാണ്? മരുഭൂമിയാണ്. മരുഭൂമിയിലാണ് ദൈവസാന്നിധ്യം പ്രത്യക്ഷപ്പെടുന്നത്. എങ്ങനെ? സ്നാപകൻ്റെ വേഷത്തിലെ. നമ്മുടെ മരുഭൂമിയിലെ സ്നാപകൻ്റെ വേഷത്തിലാണ് ആദ്യമായി ദൈവസാന്നിധ്യം പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് മരുഭൂമിയെ അതിജീവിക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കും. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്താ നമ്മൾ വായിച്ചത്? പാപമോചനത്തിനായുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ നമ്മുടെ ജീവിതം ഇപ്പോൾ ഡള്ളാണ്, മരുഭൂമിയുടെ അവസ്ഥയാണ്, രോഗമാണ്, വരുമാന മാർഗ്ഗമില്ല, സമാധാനമില്ല, സന്തോഷമില്ല, ഹൃദയത്തിന് കുടുംബത്തിന് സമാധാനമില്ല. ഇങ്ങനെ ഒരു വല്ലാത്തൊരു മരുഭൂമി. പ്രത്യേകിച്ച് തണൽ മരങ്ങളൊന്നുമില്ല കയറി നിൽക്കാൻ. നമ്മളെ സപ്പോർട്ട് ചെയ്തവരെ, നമ്മളെ സന്ധിക്കുന്നവരെ, സംരക്ഷിക്കുന്നവരെ, തണലും കുളിർക്കാറ്റുമൊക്കെ ജീവിതത്തിൻ്റെ വെയിലിൽ നൽകിക്കൊണ്ടിരിക്കുന്ന മരങ്ങൾ ചില സമയത്ത് വെട്ടിമാറ്റപ്പെടും,
ചിലപ്പോൾ ആൾ മരിച്ചു പോകും. നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അപ്പനായാലും അങ്കിളായാലും ആൻറ്റി ആയാലും ചില സമയത്ത് അവർ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകും. അപ്പം നമുക്ക് തണലില്ല, നമ്മൾ മരുഭൂമിയായി. ഈ മരുഭൂമിയാകുമ്പോൾ നമ്മൾ ഉടനെ നിരാശപ്പെട്ടു, ആൻറ്റി മരിച്ചു പോയില്ല, അങ്കിൾ മരിച്ചു പോയില്ല, അപ്പം മരിച്ചു പോയില്ല, ഇനി ആരുണ്ട് എന്ത്, ഇങ്ങനെ നമ്മൾ സങ്കടപ്പെട്ട് കിടക്കും. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഇതാണ്, ഈശോ ഒരു വാക്ക് ഇടക്ക് പറഞ്ഞേ, നിങ്ങൾ ഭൂമിയിൽ ആരെയും അപ്പാ എന്ന് വിളിക്കേണ്ടെന്ന്. അപ്പനല്ലാത്തതുകൊണ്ടല്ല, അപ്പൻ്റെ സ്ഥാനത്ത് നിങ്ങളെ ആശ്രയം വെക്കേണ്ടത് ദൈവത്തെ മാത്രമാണെന്നാണ്. ഇപ്പോൾ 10-ാം അധ്യായമില്ലേ, മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 23-ാമത്തെ വാക്യം, നിങ്ങൾ ഭൂമിയിൽ ഏറ്റു പറഞ്ഞ് നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. അപ്പൻ്റെ സ്ഥാനത്ത്, കാരണം നമ്മുടെ അപ്പന്മാർ ഒക്കെ ഒരു ടൈം കഴിയുമ്പോൾ അവരുടെ സമയം പൂർത്തിയാക്കി അവർക്ക് പിരിഞ്ഞു പോകേണ്ടി വരും. പിന്നെ നിലനിൽക്കുന്നത് എന്താണ്? പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഐസയ്ക്ക് വെളിപാട് കൊടുക്കുമ്പോൾ അവൻ നിത്യനായ പിതാവ്, സമാധാന പ്രഭു എന്നൊക്കെ പറയണത്. അവൻ നിത്യനായ പിതാവ്. പിതാവെന്ന് പറയുമ്പോൾ ബൈബിൾ എപ്പോഴും പറയും കാലികമായ പിതാക്കന്മാരുണ്ട് മനുഷ്യർക്ക്, പിന്നെ നിത്യനായ പിതാവുണ്ട്. ഈശോനെക്കുറിച്ച് പറയണത് അവൻ നിത്യനായ പിതാവെന്നാണ്. ആരെല്ലാം മരിച്ചാലും കർത്താവിനും മരണമില്ലാതെ നിലനിൽക്കും. അതുകൊണ്ടാണ് അവിടത്തേക്കിനും മരണമില്ലെന്ന് പൗലോസ് പറയണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ദൈവമേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, 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 ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഏശയ്യാ 9:6 ഇപ്പോൾ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ നിത്യനായ പിതാവ്, സമാധാന പ്രഭു. അപ്പോഴിപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ അപ്പൻ്റെ സ്ഥാനത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, സന്ധിക്കുന്ന, സംരക്ഷിക്കുന്ന ആരായാലും ഇവരാരും നിത്യമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന് പറയണം. അപ്പൻ്റെ സ്ഥാനത്ത് ആരെയും ആശ്രയിക്കരുത്. അതുകൊണ്ടാണ് നിത്യനായ പിതാവ്. ഇപ്പം ദൈവത്തിൽ ആശ്രയിക്കാത്തവർക്ക് ശൂന്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനുഷ്യന്മാരിങ്ങനെ വിയോഗം പ്രാപിച്ചു കഴിയുമ്പോൾ ഒന്നുമില്ലായ്മയാകും. ഇതാണ് മരുഭൂമി എന്ന് പറയണത്. ഇങ്ങനെ നിൻ്റെ ജീവിതത്തിലൊരു മരുഭൂമിയാണ് ഇപ്പോഴെങ്കിൽ ഇതിനെ തരണം ചെയ്യാൻ, ഇത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മരുഭൂമി വരണത്, അല്ലാതെ ശാപമായിട്ടൊന്നുമില്ല, ഭാഗമായിട്ട് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ മർക്കോസ് 1:4 മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ആരാണ്? അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അനുതാപത്തിൻ്റെ ഇപ്പം മരുഭൂമിയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? അനുതാപമാണ്. മരുഭൂമിയെ അതിജീവിക്കാനുള്ള ഇപ്പം ഒരു തണലില്ലാത്ത അവസ്ഥ രോഗമാണ്. ഇപ്പം ചില പറഞ്ഞില്ല അച്ഛാ രോഗം വന്നു കഴിഞ്ഞാൽ ചെറിയ മനുഷ്യരല്ല, വലിയ മനുഷ്യർക്കും രോഗങ്ങളെ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എത്രയോ വലിയ സെലിബ്രിറ്റികൾക്ക് ഈ രോഗം വന്നു അല്ലേ? കുറേ പേരൊക്കെ രക്ഷപ്പെട്ടു, ദൈവത്തിന് നന്ദി. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു കാലം ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായില്ലേ? ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു മരുഭൂമിക്കാലം. പക്ഷേ
ഈ കാലം വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? മരുഭൂമിയിൽ എപ്പോഴും വരുന്നത് ആരാണ്? അനുദപിക്കാൻ. നീ ദൈവപൈതലാണെങ്കിൽ നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? അനുദപിക്കുകയാണ്. അനുദപിക്കുക. അതാണ് അനുതാപത്തിൻ്റെ ജ്ഞാനസ്ഥാനം പ്രസംഗിച്ചുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ, സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പം ലോക്ക്ഡൗണിൻ്റെ കാലം ഇപ്പോൾ 8 മാസമായി. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് 2 മാസം കൊണ്ട് അവസാനിക്കുമെന്നാണ് വിചാരിച്ചത്. ഇപ്പോഴും പറയണത് മിക്കവാറും അടുത്ത മാർച്ച് വരെ പോകും. അടുത്ത മാർച്ച്. ഇപ്പോൾ മാർച്ച് ടു മാർച്ച് മരുഭൂമിയാണ് നമ്മുടെ ജീവിതത്തിലെ. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? ദൈവസന്ധിപ്പ് ലഭിക്കാനുള്ള അനുതാപമാണ്. അനുതാപത്തോടുകൂടി, അനുതാപം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ചുമ്മാ നമ്മൾ പാപത്തെക്കുറിച്ചുള്ള ഒരു ദുഃഖവും സങ്കടവും അല്ല ഉദ്ദേശിക്കുന്നത്. അനുതാപത്തിന് എപ്പോഴും അനുതാപത്തിൻ്റെ പ്രവർത്തികളുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. വളരെ പ്രാക്ടിക്കലായിട്ട് കണ്ടീഷൻ വർക്കൗട്ട് ചെയ്യണത്, അനുതാപം വർക്ക് ചെയ്യണത് അധരം കൊണ്ടല്ല. അനുതാപത്തിന് അനുതാപത്തിൻ്റെ പ്രവൃത്തികളുണ്ട്. അതിലൂടെ നമ്മൾ ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം ആരാണെന്ന് എനിക്കറിയാൻ പറ്റും. ഈ നമുക്കറിയാം സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് തന്നെ ആർക്ക് വേണ്ടിയാണ്? ബൈബിള്. ബൈബിളെന്ന് പറഞ്ഞാൽ ഉടനെ പറയാൻ ക്രിസ്ത്യാനികളുടെ വേദപുസ്തകം അല്ലേ? ദൈവം ഒന്നേ ഉള്ളൂ, വേദപുസ്തകം ഒന്നേ ഉള്ളൂ. ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്ന ആർക്കാണ്? എല്ലാ ജനങ്ങൾക്കും വേണ്ടി എഴുതിയിരിക്കുന്ന വചനമാണ്. അനുദപിക്കാൻ വചനം ആവശ്യപ്പെടുന്ന ആരോടാണ്? ക്രിസ്ത്യൻസിനോടാണ്? അല്ലെങ്കിൽ യഹൂദരോടാണ്? അല്ല, മുസ്ലിംസിനോടും ഹിന്ദുസിനോടും ലോകത്തിലുള്ള പാർസികളോടും എല്ലാവരോടും കൂടിയാണ് ദൈവവചനം ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ആരും അങ്ങനെ ധരിധരിക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ വചനം മനുഷ്യരാശിക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. അത് എല്ലാവർക്കും വേണ്ടിയാണ്. ഇപ്പോൾ എത്രയോ പേരാണ് ഈ വചന അക്രൈസ്തവർ കേൾക്കുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ അനുതാപത്തിൻ്റെ സുവിശേഷ ജ്ഞാനസ്ഥാനത്തിന് വേണ്ടി പ്രഭാഷണം കഴിഞ്ഞപ്പോൾ എന്താണ്? ജനക്കൂട്ടം അവൻ്റെ അടുത്തേക്ക് വന്നതാണ്. അല്ലാതെ യഹൂദർ വന്നതെന്നല്ല പറയണത്. ജനക്കൂട്ടം അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ജനക്കൂട്ടം ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അനുതാപത്തിൻ്റെ ജ്ഞാനസ്ഥാനം അങ്ങ് പ്രസംഗിച്ചു, ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ജനക്കൂട്ടത്തോടാണ് ദൈവവചനം പറയണത്. അതിൻ്റെ അകത്ത് അക്രൈസ്തവരുണ്ട്, അല്ല ആ യഹൂദന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പട്ടാളക്കാർ റോമക്കാരാണ്, ചുങ്കക്കാർ അവരും റോമക്കാരാണ്. ഇവരാരും യഹൂദരല്ല. ദാറ്റ് മീൻസ് എൻ്റയർ പബ്ലിക്കിനോടാണ് സംസാരിക്കുന്നത് കർത്താവിൻ്റെ വചനം. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന അക്രൈസ്തവരൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ബൈബിളിലെ അനുഗ്രഹം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് ദൈവത്തിൻ്റെ എല്ലാ മക്കൾക്കും വേണ്ടിയുള്ളതാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആരാധന. ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി 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 ഹല്ലേലൂയ 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 ആരാധന 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 യേശുവേ മഹത്വം 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ നന്ദി 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 കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3:10 യോഹന്നാൻ്റെ അനുതാപത്തിന് വേണ്ടിയുള്ള ആഹ്വാനം, ദൈവവചന പ്രഘോഷണം കഴിയുമ്പോൾ ജനങ്ങൾ വന്ന് ചോദിക്കുന്നതാണ്. യോഹന്നാൻ 3:10 അല്ല, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3:10 ജനക്കൂട്ടം അവനോട് വന്ന് ചോദിച്ചു. അല്ലാതെ യഹൂദന്മാരൊന്ന് ചോദിച്ചു, ക്രിസ്ത്യൻസ് വന്ന് ചോദിച്ചു, അങ്ങനെയല്ല. ഇത് എൻ്റയർ കമ്മ്യൂണിറ്റി, പബ്ലിക് വന്ന് ചോദിക്കുകയാണ്, പൊതുജനം വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു മരുഭൂമിയുടെ അവസ്ഥയാണ് നിങ്ങളെങ്കിൽ, കർത്താവിൻ്റെ ദൈവികമായ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വാട്ട് വി ഷുഡ് ഡു, അതാണ് ചോദിക്കണവരെ. അപ്പോൾ അനുതാപത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് യോഹന്നാൻ പറയും, നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയും. എന്ത് ജാതിയായാലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും, ക്രിസ്ത്യാനിയാണെങ്കിലും അല്ലെങ്കിലും, യു മസ്റ്റ് ഷെയർ. തണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം, വിഭവങ്ങളെ ഷെയർ ചെയ്യണം. അച്ഛൻ്റെ വചനം കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വചനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കുള്ളത് ഇല്ലാത്തവരെ പങ്കുവെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ബ്ലെസ്ഡ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് ദൈവ മനസ്സനുസരിച്ചുകൊണ്ട് ഇല്ലായ്മക്കാരുമായി എൻ്റെ ഉണ്മ എനിക്കുള്ളത് പങ്കുവെക്കാനുള്ള അഭിഷേകം നൽകണമേ. ശ്രുതികടേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഭക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണമല്ല വിഷയം. ഇപ്പോൾ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എല്ലാം അതിൻ്റെ അകത്തുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരുത്തന് ജോലി വാങ്ങിച്ചു കൊടുത്തു, അപ്പോൾ അല്ലെങ്കിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഒരു PSC ടെസ്റ്റ് തന്നെ അവർ മറന്നിരിക്കുകയാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത അനുതാപ പ്രവർത്തനമാണ്. ഒരു നേഴ്സിംഗ് പരീക്ഷ വരുന്നു, അത് മറന്നിരിക്കുന്നവരെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണില്ലേ, നിങ്ങൾ എഴുതണില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിനുള്ള മാർഗം കാണിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം എന്നിട്ട് ദൈവനാമത്തിൽ അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴികളാണ് അച്ഛൻ പറയണത്. ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയുമ്പോൾ ഭക്ഷണത്തിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കണം. അല്ല ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണമല്ല വിഷയം. ഏതെല്ലാം മാർഗത്തിലൂടെ ആ കുടുംബത്തെ കരകയറ്റി കൊണ്ടുവരാൻ പറ്റും അത് കാണിച്ചു കൊടുക്കണം. അത് ദൈവനാമത്തിലാകുമ്പോഴേ അത് അനുതാപത്തിൻ്റെ പ്രവർത്തനമാകും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഇതൊക്കെ എല്ലാവരും ചെയ്യണ കാര്യങ്ങളാണ്. മനുഷ്യന്മാരൊക്കെ പകുതി മുക്കാലും നല്ല മനുഷ്യരാണ്. കുറച്ച് പേർക്ക് മാത്രമേ മറ്റുള്ളവർ നന്നാകുന്നതിലുള്ള നെഞ്ചുവേദനയൊക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ 60% മനുഷ്യരും നല്ല മനുഷ്യരാണ്. പക്ഷേ പ്രോബ്ലം അതല്ല പ്രശ്നം. ഇങ്ങനെ ചെയ്യണ കാര്യം അവരുടെ ക്രെഡിറ്റിലാണ് അവർ ചെയ്യണത്.
ഞാനല്ലേ നിനക്ക് ജോലി വാങ്ങിച്ചതെന്നും പറഞ്ഞുകൊണ്ട് മരണം വരെ അവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കും. അപ്പോഴത് നമ്മുടെ ക്രെഡിറ്റിലായി. നമുക്ക് സഹായിക്കാൻ അവസരം കിട്ടി, സഹായിച്ചു, ദാറ്റ്സുള്ളേ. പിന്നെ നമ്മൾ അതിൻ്റെ പങ്ക് പറ്റാൻ വേണ്ടി അവരുടെ ബഹുമാനവും ആദരവൊക്കെ പറ്റാൻ വേണ്ടി നടക്കുമ്പോഴാണ് അത് നമ്മുടെ വകുപ്പിലായി പോകുന്നത്. മറിച്ച് അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോഴാണ് അനുതാപത്തിൻ്റെ അനുഗ്രഹമായി വരുന്നത്. അതായത് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മളത് ചെയ്യുമ്പോൾ ദൈവനാമത്തിൽ ചെയ്യണമെങ്കിൽ വലിയ അനുഗ്രഹം ലഭിക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഇങ്ങനെയുള്ള സൽപ്രവൃത്തികൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി അനുതാപ പ്രവർത്തനങ്ങൾ പോലെ ചെയ്ത് കൃപ പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ മഹത്വം, 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 ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഈശോയേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. നിങ്ങളെ വീണ്ടും അയക്കണമേ, നെഞ്ചനമുണർന്നിടുവാൻ. നിങ്ങളെ വീണ്ടും അയക്കണമേ, നെഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്ന് അറിയാവോ? അതായത് അക്രൈസ്തവ സഹോദരങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്കും കൂടി രക്ഷപ്പെടാനും അനുഗ്രഹം പ്രാപിക്കാനും വേണ്ടിയുള്ള ദേവവചസ്സുകളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതെന്ന് മനസ്സിലാക്കണം. ഇപ്പം അതിൻ്റെ അകത്ത് ചുങ്കക്കാർ വരുന്നില്ല. ചുങ്കക്കാർ ശരിക്കും പറഞ്ഞാൽ ബൈബിൾ ഓഡിയൻസ് അല്ല, യഹൂദന്മാരാണ് ബൈബിൾ ഓഡിയൻസ്. ഇപ്പം യഹൂദന്മാരായാലും ക്രൈസ്തവരായാലും അവരെല്ലാം സപ്ലൈ ഓഫീസിൻ്റെ ചുമതലയേ ഉള്ളൂ. ദൈവം കൊടുത്തിരിക്കുന്ന സംഭവം ജനങ്ങൾക്ക് വിതരണം ചെയ്യുക. ആ ജനങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പട്ടാളക്കാരുണ്ട്. പട്ടാളക്കാർ വന്ന് ചോദിച്ചു, ഇപ്പം 3:14 ലുക്കായുടെ സുവിശേഷം 3, ആ പട്ടാളക്കാർ മൊത്തം റോമാക്കാരാണ്. അവരൊന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, ഗുണ്ടായിസം കാണിക്കരുത്, കൊട്ടേഷൻ പരിപാടിയൊന്നും കാണിക്കരുത്, മസിൽ പവറൊന്നും കാണിക്കരുത്, ദാർഢ്യം കാണിക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ മനുഷ്യനോട് മാർദ്ദവത്തോടെ മനുഷ്യത്വത്തോട് പെരുമാറണത് പോലും ദൈവനാമത്തിൽ കാഴ്ചവെച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് ശക്തിപ്പെടും. പ്രാർത്ഥിക്കുക, കർത്താവേ മറ്റുള്ളവരോട് ദാർഢ്യമില്ലാതെ ഈശോയെ ഹൃദയംഗമായിട്ട് പെരുമാറി എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ടാക്സ് ഓഫീസർമാർ വന്ന് അവർ ചോദിച്ചു, ഉദ്യോഗസ്ഥന്മാർ അവരൊന്ന് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അനുതാപത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് ആഭിമുഖ്യത്തോടുകൂടി ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴേ പറഞ്ഞ്, നിങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്, കൈക്കൂലി വാങ്ങിക്കരുതെന്ന് എൻ്റെ അർത്ഥം. കൈക്കൂലി വാങ്ങിക്കരുത്. അപ്പം നമ്മളൊക്കെ ഈ കൈക്കൂലിയൊക്കെ വാങ്ങിക്കാതിരുന്നാൽ തന്നെ അത് വലിയ അനുഗ്രഹമായിട്ട് മാറിച്ചിരിക്കുക.
ദൈവനാമത്തിൽ കാഴ്ചവെക്കണമെന്നേ ഉള്ളൂ. ഇത് ലൂക്കായുടെ സുവിശേഷമാണ് 3, 11, 12, 13, 14 തിരുവചനങ്ങളിലെ. ഇതൊന്നും യഹൂദന്മാരോട് പറഞ്ഞതല്ല, അക്രൈസ്തവരോടും അതായത് അയഹൂദന്മാരോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം എല്ലാവരോടും പൊതുവായിട്ട്. അതായത് ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് പൊതുവായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതത് മനസ്സിലാക്കി ഇത് ഞങ്ങൾക്ക് ഇതിൻ്റെ ബാധകമൊന്നും അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ലഭിക്കത്തില്ല. അപ്പം ബാധകമാണെന്ന് പറഞ്ഞാൽ തീർന്ന കാര്യം. അതോടുകൂടി നിൻ്റെ കുടുംബം രക്ഷപ്പെടാൻ തുടങ്ങും. അച്ഛനീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും 101% സത്യമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ വചനം സ്വീകരിച്ച് നടപ്പിൽ വരുത്തി അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ യേശുവേ സ്തുതി 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 ഹല്ലേലൂയ 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 ആരാധന 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 പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതെല്ലാം നമുക്കറിയാം, ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നിങ്ങൾ അക്രൈസ്തവ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ ക്രൈസ്തവരാണ്, പക്ഷെ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിലാണ് ഇതുപോലുള്ള സൽപ്രവൃത്തികൾ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുന്നത് നിങ്ങളുടെ മനുഷ്യാത്മാവല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവാണ് അത് ചെയ്യണത്. പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാവരിലും ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. ക്രിസ്തുവിന് മുമ്പ് പ്രവർത്തിച്ചവരിൽ പോലും ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. കാര്യം എന്താണ്? ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ 12 വായിക്കും, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നുവെന്ന്. അപ്പം ക്രിസ്തുവിന് മുമ്പും പ്രവർത്തിച്ചവരിൽ, ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റൂത്തിനെ കണ്ടില്ല. ഇപ്പോൾ റൂത്ത് അവളുടെ ഭർത്താവ് മരിച്ചു, മഹാസങ്കടത്തിലായിപ്പോയി. അവളുടെ അമ്മായിയപ്പൻ മരിച്ചു. അപ്പോഴവളുടെ അമ്മായിയമ്മ നവോമി വിധവയായി. ഒരു കുടുംബം അങ്ങ് തന്നെ ഛിന്നഭിന്നമായി. നവോമി സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു പോരുമ്പോൾ റൂത്ത് പറഞ്ഞു. അപ്പോൾ റൂത്തിനോട് നവോമി പറഞ്ഞു, മോള് ഇപ്പോൾ ഹസ്ബൻഡ് ഇല്ലല്ലോ നിനക്ക്, നീ ചെറുപ്പമല്ലേ, നീ നിൻ്റെ സ്വന്തം നാട്ടിൽ പോയി മോവാബ് ദേശത്ത് പോയി പുതിയ കല്യാണം കഴിച്ച് നീ ജീവിക്കൂ. ഈ വൃദ്ധയായ എന്നെ നോക്കി നിൻ്റെ ജീവിതം എന്തിനാ സ്പോയിൽ ചെയ്യണതെന്ന് നല്ല വാക്ക് പറഞ്ഞ് യാത്രയാക്കും റൂത്തിനെ. അപ്പം റൂത്ത് പറയണൊരു വാക്കുണ്ട്. എന്താണ്? ഞാൻ അമ്മയെ വിട്ട്, ഇപ്പം 1:6 റൂത്തിൻ്റെ പുസ്തകം 1:6, 1:9 വായിക്കുമ്പോൾ അമ്മയുടെ, അതായത് ഞാൻ അമ്മയെ വിട്ട് പോകത്തില്ല. നമ്മളിപ്പോൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത്? ക്രിസ്തുവിന് മുമ്പുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവിനെക്കുറിച്ചാണ് സംസാരിക്കണത്. എപ്പോഴും മനസ്സിലാക്കണം, ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് മുമ്പുമുണ്ട്, ക്രിസ്തുവിന് ശേഷവുമുണ്ട്. ആരെല്ലാം നന്മ പ്രവർത്തികൾ ചെയ്യുന്നോ അത് ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഇറ്റ് ഈസ് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. ദാറ്റ്സ് എ പോയിന്റ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ അന്തരാളങ്ങളിലെ അന്തരാർത്ഥത്തിലെ മനസ്സിലാക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ
യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അനുഗ്രഹത്തിൽ അധിപതിയേ ആനന്ദകൃപ പെരുമതിയേ. അനുഗ്രഹത്തിൽ അധിപതിയേ ആനന്ദകൃപ പെരുമതിയേ. അനുദിനം നിൻ പദഗതിയേ അടിയേറുമിൻ കൃപമതിയേ. അനുദിനം നിൻ പദഗതിയേ അടിയേറുമിൻ കൃപമതിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപ പെരുമതിയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അമ്മയെ ഞാൻ വിട്ടു പോകത്തില്ല. അമ്മയുടെ നാടാണ് എൻ്റെ നാട്, അമ്മയുടെ ചർച്ചക്കാർ ആണ് എൻ്റെ ചർച്ചക്കാർ. എന്നിട്ട് റൂത്തൊരു വാക്ക് പറയും. എന്താ പറഞ്ഞത്? അമ്മയുടെ ദൈവമാണ് എൻ്റെയും ദൈവം. റൂത്ത് 1:16 അമ്മയുടെ ദൈവമാണ് എൻ്റെയും ദൈവം എന്ന്. എന്നിട്ട് നമുക്കറിയാം ഇത് ഇവരിലെല്ലാം എന്തുമൊക്കെ ഒരു ഈ റൂത്ത് അവസാനം ബോവാസിനെ വിവാഹം കഴിക്കും. ബത്ലഹേമിൽ വന്ന് അവർക്ക് ഒബേദ് എന്ന് പറഞ്ഞ മകൻ ജനിക്കും. ഒബേദിന് പിന്നീട് ജെസ്സെ ജനിക്കും. ജെസ്സയ്ക്ക് പിന്നെ ദാവീദ് ജനിക്കും. അങ്ങനെ ദാവീദ് വംശത്തിൽ ഈശോ ജനിക്കും. അപ്പോൾ ഇവർക്കെല്ലാം എന്തോ ഒരു ക്ലൂ ഉണ്ട് അവരുടെ ഉള്ളിലെല്ലാം. അവരിങ്ങനെയൊക്കെ പറയുമ്പോൾ അവരെ കൊണ്ട് പറയിപ്പിക്കണ ഒരു ആത്മാവുണ്ട് റൂത്തിലുണ്ടത്. റാഹാബിലും അങ്ങനെ തന്നെയാണ്. റാഹാബിലെ ജെറിക്കോയിലെ റാഹാബ്, അപ്പോൾ ജെറിക്കോ പട്ടണം കീഴടക്കാൻ വേണ്ടി വരുമ്പോൾ റാഹാബ് ആ നഗര കവാടത്തിൽ താമസിക്കുന്നുണ്ടാവും. അവിടെയാണ് ഉറ്റുനോക്കാൻ വന്നവർ താമസിക്കുന്നത്. പക്ഷെ വേണമെങ്കിൽ അവരെ ഒറ്റിക്കൊടുക്കാം റാഹാബിനെ. റാഹാബ് ഒറ്റിക്കൊടുക്കത്തില്ല. റാഹാബ് ഒറ്റിക്കൊടുക്കാതെ റാഹാബ് പറയും, എനിക്ക് തോന്നണത് ഈ ദേശം നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന്. അപ്പം നമ്മൾ ജോഷുവ 2:9 വായിക്കുമ്പോൾ റാഹാബിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പിരിറ്റാണത്. എൻ്റെ മനസ്സ് പറയണേ ഈ ദേശം നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് തരും. എന്നിട്ട് റാഹാബ് വേറെയും കുറച്ച് കാര്യം പറയും. 1:10 ചില പറയും, അതായത് ആകാശത്തിലും ഭൂമിയിലും കർത്താവല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയും. റാഹാബ് ആരാണ്? ഒരു വിജാതി സ്ത്രീയാണ്. റൂത്ത് ആരാണ്? ഒരു വിജാതി സ്ത്രീയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളിൽ വരണ ഒരു വാക്കില്ലേ, ഇപ്പം അവർ വിജാതി സ്ത്രീയാണെങ്കിലും അവരെ കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതേക്കുറിച്ച് പിന്നീട് പൗലോസ് പറയണത്, ഇപ്പം ജോഷുവ 1:9 അല്ല 2:9 റാഹാബ് പറയുന്നത് കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തരുമെന്ന് പറയുമ്പോഴും അതിലെല്ലാം ദൈവത്തിൻ്റെ ഒരു വചനമുണ്ട്. ദൈവത്തിൻ്റെ ഒരു നടക്കാൻ പോണ ഒരു പ്രവചനമാണിതെല്ലാം. ഈ അർത്ഥത്തെ റൂത്തും പ്രവാചികയാണ്. ഈ അർത്ഥത്തിൽ റാഹാബും പ്രവാചികയാണ്. വിജാതിരാണ്, പക്ഷെ അവർ പ്രവാചകരാണ്. എന്താ കാര്യം? ദൈവികമായ പദ്ധതി അവരുടെ ഉള്ളിൽ ദൈവം പ്രചോദിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പിന്നീട് പത്രോസ്ലീഹ പറയും. അതായത് പത്രോസ്ലീഹ എന്നാ പറയണത്? 1 പത്രോസ് 1:10 നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെക്കുറിച്ച്, അതായത് ഈ റൂത്തിനും റാഹാബിനും മറ്റ് പ്രവാചകന്മാർക്കും അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെക്കുറിച്ച് അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു. ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള റൂത്തും അവരെ പ്രിസ്ക്രൈബ്ഡായിട്ട് അവരെ പ്രവാചകന്മാരെന്ന് വിളിക്കണില്ലെങ്കിൽ പോലും അവരാ ഫങ്ഷൻ ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്. റൂത്തും പറഞ്ഞത് എന്താണ് പറയുന്നത്? അമ്മയുടെ ദൈവം എൻ്റെയും ദൈവം. അത് പ്രവചനമാണ് ശരിക്കും. പിന്നീട് അങ്ങനെ സംഭവിക്കുകയും ചെയ്യും. ബോവാസിനെ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ അത് വരാൻ പോകുന്ന സംഭവമാണ് പറയണത്. അമ്മയുടെ ദൈവം എൻ്റെയും ദൈവം. റൂത്ത് 1:16. അത് തന്നെയാണ് ജോഷുവ 2:9 പറയണത്. എന്താ പറയണത്? ഈ ദേശം
കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഭൂലോകത്ത് കർത്താവല്ലാതെ വേറെ ദൈവമില്ല, ഭൂമിയിലായാലും ആകാശത്ത്. റഹാവ് പറയണതാണ്. അപ്പോൾ ഇവരെ കൊണ്ടെല്ലാം പറയിപ്പിച്ചത് ആരാണെന്നാണ്, ഈ പ്രവചനങ്ങളെല്ലാം പറയിപ്പിച്ചത് ആരാണെന്നാണ് പത്രോസ് പറയണത്. വിശുദ്ധ പത്രോസ് ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തമഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. ആര് മുൻകൂട്ടി പ്രവചിച്ചാലും അത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ് പ്രവചിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരുന്നതും റൂത്തിലുണ്ടായിരുന്നതും എല്ലാം ഇവരെ ഇതുകൊണ്ടാണ് ഇവർ പിന്നീട് രക്ഷാവൃക്ഷത്തിലെ അമ്മമാരായിട്ട് മാറാൻ കാര്യം. രക്ഷാവൃക്ഷത്തിലെ കാര്യം ക്രിസ്തുവിൻ്റെ ആത്മാവ് വല്ല ഉണ്ടല്ലോ. ക്രിസ്തുവിൻ്റെ ആത്മാവ് വല്ല ഉണ്ടതുകൊണ്ടാണ് അവർക്ക് ആ പ്രവചനം കിട്ടിയത്, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ രക്ഷാവൃക്ഷത്തിലെ അമ്മമാരായിട്ട് മാറും പിന്നീട്. അതായത് റൂത്ത് ബോവാസിൻ്റെ പിതാവായിരുന്നു സാൽമോന്. ഇപ്പം നമ്മൾ മത്തായിയുടെ ശ്ലീഹായുടെ സുവിശേഷമൊക്കെ 1:5 വായിക്കുമ്പോൾ സാൽമോൻ ബോവാസിൻ്റെ പിതാവാണ്. അപ്പോൾ ബോവാസിൽ നിന്ന് ഒബേദ് ജനിച്ചു. റൂത്തിൻ്റെ ഭർത്താവാണ് ബോവാസ്. ഒബേദിൽ നിന്ന് ജസ്സെ ജനിച്ചു. ജസ്സയിൽ നിന്ന് ദാവീദ്. അപ്പോൾ നോക്കിയേ, ഇവർ രക്ഷാവൃക്ഷത്തിലെ അമ്മമാരെ റൂത്ത് മാറിയത് എന്തുകൊണ്ടാണ്? ഇവരിൽ ഈ ദൈവജ്ഞാനം, ദൈവാത്മാവ് കുടികൊണ്ടുപോകണം, ക്രിസ്തുവിൻ്റെ ആത്മാവ് കുടികൊണ്ടുപോകും. അതുകൊണ്ടാണ് പൗലോസ് പിന്നീട് ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ പൗലോസ് പറയും, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവരാണ് ക്രിസ്തുവിനുള്ളവരെന്ന്. ക്രിസ്തുവിന് ഇപ്പം നമ്മൾ റോമ 8:9 വായിക്കുമ്പോഴേ റോമ 8:9 വായിക്കുമ്പോൾ വളരെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വളരെ ഹൃദ്യമായി സംസാരിക്കുന്നുണ്ട് അവിടെ ഈ വിഷയത്തെക്കുറിച്ച്. ക്രിസ്തുവിൻ്റെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. റോമ 8:9 ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല. അപ്പോൾ റൂത്ത് ജഡികയല്ല ശരിക്കും. അതുപോലെ തന്നെ റാഹാബും ജഡികയല്ല. നമ്മളവരെ വേശ്യ പറയും. പക്ഷേ പ്രശ്നം എന്താ, ഇവരിലെല്ലാം ഈ ആത്മാവ് വസിക്കുന്നുണ്ട്, ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ സൂചനയായിട്ട്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് റോമ 8:9 പറയണത്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. റാഹാബ് ക്രിസ്തുവിനുള്ള ആളാണല്ലോ, റൂത്ത് ക്രിസ്തുവിനുള്ള ആളാണല്ലോ, താമര ക്രിസ്തുവിനുള്ള ആളാണല്ലോ. അപ്പോൾ താമര വേശ്യ എന്ന് പറയും, അതുപോലെ റാഹാബ് വേശ്യ എന്ന് പറയും. പക്ഷേ എപ്പോഴും നമ്മൾ കണക്കാക്കുന്ന പോലെയല്ല കാര്യങ്ങളുടെ പോക്ക്. എന്തെങ്കിലും പറയാമെന്നറിയാവോ? ഞാൻ പാപിയാണ്, എനിക്ക് ശിക്ഷ വിധിക്കും, ഇങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. മറിച്ച് അങ്ങനെയുള്ള നിരാശ ഉണ്ടാവരുത്. അതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കാത്തവരും ദൈവത്തിന് അകന്നു പോകുന്നവരും ഇനിയിപ്പോൾ നമ്മളിനി പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടാനാണെന്ന് വിചാരിച്ചുകൊണ്ട് നിരാശയെ നിബന്ധിക്കുന്നവരുണ്ട്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ്. അതായത് നീ ദൈവത്തെക്കുറിച്ചോ ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ ജീവിത ക്രമീകരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ദാറ്റ് യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ ആത്മാവിലാണ്. അപ്പോൾ നിങ്ങൾ ജഡികരല്ല ശരിക്കും പറഞ്ഞാൽ, അപ്പം ജഡികരല്ല. അതുകൊണ്ടാണ് 8:9 പറയണത്, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവൻ ക്രിസ്തുവിനുള്ളവനാണ് അല്ല എൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവൻ ക്രിസ്തുവിനുള്ളവനാണ്. അപ്പോൾ റാഹാബിന് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് റാഹാബ് ക്രിസ്തുവിനുള്ള ആളാണ്. അതുകൊണ്ടാണ് റാഹാബ് ജീനിയോളജി വന്നത്. റാഹാബ് രക്ഷാവൃക്ഷത്തിൽ അമ്മയായി മാറാൻ കാര്യം അതാണ്.
അപ്പം നമ്മളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അക്രൈസ്തരാകാൻ ചിലപ്പോൾ പാപാവസ്ഥയിൽ കുമ്പസാരം അങ്ങനെ ഉള്ള കുദാശകളൊന്നും ഉണ്ടാകാവുന്ന ആ സാഹചര്യത്തിലല്ലായിരിക്കും ജീവിക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികളെ ദൈവത്തിൻ്റെ വചനത്തെ അനപേക്ഷിതമാവുകയും അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെച്ചാൽ യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. നിങ്ങൾ കർത്താവിൻ്റെ ആത്മാവിലാണ് നയിക്കപ്പെടുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റോമ 8:9 അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനുള്ള വ്യക്തികളാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. അതിനെല്ലാം സാർത്ഥമാക്കുന്ന ഒരു അടിപൊളി വചനം മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 1:11 ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ്. ആരിലാണ്? റാഹാവ്, റൂത്ത്, അതുപോലെയുള്ള വിജാതിയരും ചിലപ്പോൾ പാപത്തിൽ അവസ്ഥപ്പെട്ടിട്ടുള്ള വ്യക്തികളും അവരിലുണ്ടായിരുന്ന പ്രവാചകന്മാരിലും ഉണ്ടായിരുന്ന പ്രവചിച്ചിട്ടുള്ള ദൈവവചനത്തെക്കുറിച്ചും ദൈവദേശത്തെക്കുറിച്ചും തിരഞ്ഞെടുക്കപ്പെട്ട ദേശത്ത് സഞ്ചരിച്ചെത്തുന്നതിനെക്കുറിച്ചൊക്കെ ആരെല്ലാം കർത്താവിൻ്റെ ദേശത്തെക്കുറിച്ച്. ഇനി ഇന്നത്തെ കാലത്ത് കർത്താവിൻ്റെ ദേശം എന്ന് പറയുന്നത് എന്താണ്? സ്വർഗ്ഗമാണ്, നിത്യതയാണ്. യേശുക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് ദൈവപൈതലേ, നീ നിത്യതയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ ആത്മാവിനാണ് നയിക്കപ്പെടുന്നത്. അത് നീ തിരിച്ചറിയണം. അപ്പോൾ അതിനെന്താ പറയണത്? അങ്ങനെയുള്ളവരെ അവരുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. അവരാകട്ടെ അത് എപ്പോഴെന്നും എങ്ങനെയെന്നും ആരായുകയും ചെയ്തു. അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടിരുന്നു. അപ്പം അങ്ങനെ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ആരെങ്കിലും സൽപ്രവർത്തികൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്താൽ, സൽപ്രവർത്തികൾ ബൈബിള് വിഭാവന ചെയ്യുന്ന സൽപ്രവർത്തികൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്താൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനാലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനാലാണ് നയിക്കപ്പെട്ടുകൊണ്ട് സൽപ്രവർത്തികൾ ചെയ്തെങ്കിൽ നിങ്ങൾ സഭയിലെ അംഗമാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ജ്ഞാനസ്നാനപ്പെട്ട് കാണില്ല, പള്ളി വന്ന് കാണത്തില്ല, പക്ഷേ നിങ്ങൾ സഭയുടെ അംഗമാകൂ. എങ്ങനെയാണ് ആകണത്? കർത്താവിൻ്റെ അത് അങ്ങനെ ചെയ്യുന്നത് വഴി അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. അതായത് 1 പത്രോസ് 1:12 അവർ അപ്പം അങ്ങനെ സൽപ്രവൃത്തികൾ ചെയ്യുന്നത് വഴി അവർ തങ്ങളെ തന്നെയല്ല ശുശ്രൂഷിക്കണത്, മറിച്ച് ആരാണ്? നിങ്ങളെയാണ്. എൻ്റെ കമ്മ്യൂണിറ്റി ചേർച്ചിനെയാണ്, അതായത് ദൈവ ജനത്തെയാണ് ശുശ്രൂഷിക്കുന്നത്, സഭയാണ്. ദാറ്റ് മീൻസ് ദേ ആർ അനോണിമസ് മെമ്പേഴ്സ് ഓഫ് ദി ചേർച്ച്. അതായത് അവർ ചിലപ്പോൾ അനൗദ്യോഗികമായ അജ്ഞാത സഭയിലെ അംഗങ്ങളാണ്. അവർ കർത്താവിൻ്റെ മുമ്പിൽ സഭാ അംഗങ്ങൾ തന്നെയാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്. അവർ തങ്ങളെ തന്നെ, അത് 1 പത്രോസ് 1:12 അങ്ങനെ ചെയ്യുന്നവർ അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കണത്, സഭയെയാണ് ശുശ്രൂഷിക്കണത് എന്ന് അവർക്ക് വെളിപ്പെട്ടിരുന്നു. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി സുവിശേഷ പ്രസംഗകർ ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ. ഞാനിപ്പോൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇതാ സുവിശേഷ പ്രസംഗകരാണ് ഇത് വെളിപ്പെടുത്തി കിട്ടണത് ശരിക്കും. അതാണ് പത്രോസ് അങ്ങനെ പറയണത്. ഇവയിലേക്ക് എത്തി നോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു. അപ്പോൾ ദൈവികമായ രഹസ്യമാണ്. ആരെങ്കിലും യേശുവിൻ്റെ കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ വചനത്തിന് അനുപേക്ഷണീയമായി ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി
നിങ്ങളുടെ സഹജീവികളെയും ആരെ സഹായിച്ചാലും അതെല്ലാം ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ആത്മാവിലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവിലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ അനൗദ്യോഗികമായി സഭയുടെ അദൃശ്യമായിട്ടുള്ള മെമ്പേഴ്സാണ്. സഭയുടെ അദൃശ്യമായിട്ടുള്ള മെമ്പേഴ്സ് ആണെങ്കിൽ, അംഗങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തു നേടിയെടുത്തുള്ള നിത്യരക്ഷ നിങ്ങൾക്കും ഈ ഒരു കാര്യം കൊണ്ട് ലഭിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലരുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലരുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 പ്രിയമുള്ളവരെ, നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മ ദിവ്യതേജസ്സോടുകൂടി പ്രത്യക്ഷപ്പെട്ട ഈ മനോഹരമായ സ്വർഗീയമായ അൾത്താരയിൽ ഈശോ ജീവനോടെ സജീവമായി എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയത്താണ് നിങ്ങൾ കർത്താവിൻ്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഇപ്പോഴേ നിങ്ങൾ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ, ഇപ്പോഴേ അതീവ വിശ്വാസത്തോടു കൂടി കർത്താവ് ഇപ്പോഴും നിങ്ങളെ സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. വിവിധ രോഗങ്ങളുള്ളവരെ, വിവിധ രോഗങ്ങളുള്ള ഇടങ്ങളിലെല്ലാം ഈ സമയത്ത് നിൻ്റെ കൈകളെ കർത്താവിൻ്റെ നാമത്തിൽ വയ്ക്കണം. ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ ഇത് എല്ലാ ദിവസവും തന്നെ 4 മണിക്ക്, ഇന്നുണ്ടാവത്തില്ല, അച്ഛൻ്റെ ശുശ്രൂഷ ഉണ്ടാകുന്ന ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഗൂഗിൾ മീറ്റ് ഉണ്ട്. ഈ ഗൂഗിൾ മീറ്റിലൊക്കെ വന്ന ആൾക്കാർ സാക്ഷ്യം പറയണത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണു നിറഞ്ഞു പോകും. ഇന്നലെ ബ്രെയിൻ ട്യൂമർ മാറിയ സാക്ഷ്യങ്ങൾ വരെ ആൾക്കാർ പറഞ്ഞു. അതുകൊണ്ട് കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ തിരുസഭയ്ക്ക് അടയാളം കിട്ടാൻ വേണ്ടി അമ്മ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ആ ഒരു ബോധത്തിൽ വേണം നിങ്ങൾ കൃപാസന ശുശ്രൂഷകളെ ആശ്രയിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി. ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അസുഖങ്ങളെ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോനാമത്തെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇപ്പം ഹൃദയത്തിന് വാൽവ് ചുരുക്കമുള്ളവരുണ്ട്, വാൽവ് ബ്ലോക്കുള്ളവരുണ്ട്, ഹൃദയം എല്ലാവരും ചെയ്യുന്നവരുണ്ട്, പൾസ് കുറഞ്ഞവരുണ്ട്, കൂടിയവരുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമത ഉള്ളവർ ഇപ്പോഴേ ദൈവനാമത്തെ നെഞ്ചത്ത് ഇടത് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇടത് നെഞ്ചിൽ കൈവെക്കാം. അവന് ശ്വാസകോശ രോഗികളുണ്ടാവും, ശ്വാസ തടസ്സമുള്ളവരുണ്ടാവും. അവർക്ക് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അവിടെ എല്ലാം വിശുദ്ധമായ രക്തം തളിക്കപ്പെടുന്ന സമയമാണിത്. ഭയത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ദൈവനാമത്തെ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് കൃപാസനത്തിന് 4 വർഷം മുമ്പ് അമ്മ തന്ന വെളിപാടുകളിലൊന്നാണ്. അതുകൊണ്ട് അനേകം മക്കൾ ആ മേഖലയിൽ സാക്ഷ്യം പറയണത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിശ്ചിതമായ രീതിയിൽ നിങ്ങളെ നിർബന്ധിക്കുന്നത്. അതുപോലെ തന്നെ കരൾ വേദനയുള്ളവരുണ്ട്, കരൾ വീക്കമുള്ളവരുണ്ടാകാം. അപ്പോൾ അവർ കരളിൻ്റെ അവിടെ നെഞ്ചിൻ്റെ പൊട്ടിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കരളിനെ ബിൽറൂബിൻ കൂടുന്നവരുണ്ടാകാം, കരളിന് കളർ മാറുന്നവരും ഇതെല്ലാവരും ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ വിചാരിക്കും ഞാനിപ്പോൾ ദൈവനാമത്തിനാണ് കൈവെക്കണത്, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ അത് ചുരുങ്ങിയിരിക്കും, പഴയതുപോലെ എൻ്റെ കരളിനെ കർത്താവ്
പ്രവർത്തിക്കാൻ അനുവദിക്കും. ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ കരളിൽ കൈവെക്കണത്. പാങ്ക്രിയാസ് രോഗികളുണ്ടാകും, ഷുഗർ രോഗികളുണ്ടാകും. അവർ പാങ്ക്രിയാസിന് അച്ഛൻ കാണിക്കുന്ന ഇടങ്ങളിലെല്ലാം കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. സന്തോഷമായിരിക്കണം നിങ്ങൾ. കാര്യം ദൈവികമായ വലിയ സംഭവങ്ങൾ നടന്നിരിക്കുന്ന ആൾത്താരെയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ചില ആൾക്കാർ പറയും, അച്ഛാ ഞങ്ങളിവിടെ വരുമ്പോൾ ഒരു ശുശ്രൂഷയുമില്ലായിരുന്നു, അച്ഛനുമില്ലായിരുന്നു, പക്ഷേ അമ്മ ഞങ്ങളെ സഹായിച്ചെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ആരില്ലെങ്കിലും അമ്മ ഇവിടെ ഉണ്ടാവും. അമ്മ ഇവിടെ മാത്രമല്ല, ഓൺലൈൻ ഉടമ്പടി ചെയ്യുമ്പോൾ മാസ്ക് വെക്കാതെ കോവിഡ് വാർഡിൽ അമ്മ ചെന്ന സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അത് ആ ഒറ്റപ്പെട്ട സാക്ഷ്യമല്ല. അതിനുശേഷം കോവിഡ് മാറിയ ഒത്തിരിയേറെ ആൾക്കാർ ഓൺലൈനിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയും, പക്ഷേ എന്ത് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ദൈവത്തോട് പറയണം, ദൈവമേ അച്ഛൻ പറഞ്ഞ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെട്ട് ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി അജ്ഞാതസഭയുടെ അംഗമായി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. അക്രൈസ്തവ സഹോദരങ്ങൾ പ്രത്യേകിച്ച്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. സ്തുതികട്ടെ, സ്തുതികട്ടെ. അച്ഛനോട് ചേർന്ന് കർത്താവായ ദൈവമേ, ശ്വാസകോശ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. അങ്ങയുടെ തിരുമുറിവാർന്ന ആണിപ്പെടുതാർന്ന അത്ഭുതകരത്താൽ ഹൃദയ രോഗികളെ സ്പർശിക്കണമേ. ഇപ്പോഴേ കരള രോഗികളെ സ്പർശിക്കണമേ. പാൻക്രിയാസ് രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ കരള രോഗികളുടെ കരളിനെ കഴുകണമേ, ഹൃദയത്തെ കഴുകണമേ, വാൽവിന്റെ ബ്ലോക്കുകളെ കഴുകി മാറ്റണമേ. യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങള്, വ്യാധികള് യേശുവിന്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാ സുഖപ്പെടട്ടെ, തിരുമുറിവിനാ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നെറ്റിക്ക് വേദനയുള്ളവര്, തലക്ക് ഹിഡിനെസ് ഉള്ളവര്, തലക്ക് ഭാരമുള്ളവര്, അതിൻ്റെ പേരിൽ ഉറക്കമില്ലാത്തവര്, തലവേദന വിട്ടുമാറാത്തവര്, തലമുടി കൊഴിയുന്നവർ, തലക്ക് പൊള്ളുന്നവർ, പൊട്ടാൻ വരണത് പോലെ തോന്നുന്നവർ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികളൊക്കെ കഴുത്തിനും തലയ്ക്കും അവനെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ, ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, വായിൽ നാറ്റം വരുന്നവർ, മൂക്കിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അഡിനോയിഡിൻ്റെ അസുഖമുള്ളവർ, തലയ്ക്ക് പശ കെട്ടിയിരിക്കുന്നവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരൊക്കെ, അതുപോലെ മുഖത്തിന് ഊത്തലുള്ളവരും, ത്വക്ക് രോഗികളും, വല്ലാത്ത അലർജികളും മുഖത്തുണ്ടാകുന്നവരൊക്കെ ഇപ്പോൾ ചെവിക്ക് ഊത്തലുള്ളവർ, ചൂട് വന്നിരിക്കുന്നവർ, ഇങ്ങനെ ഭ്രാന്തിന് മരുന്ന് കഴിക്കുന്നവർക്കുണ്ടാകുന്ന പോലെ തലക്ക് ചൂടും പെരുപ്പും ഉള്ളവരൊക്കെ തലക്കൈ വെച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ ഈശോ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിങ്ങളുടെ ശരീരത്തിൽ തളിക്കപ്പെടുന്ന സമയമാണ്. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, ഈശോ തിരു കർത്താവേ, നിൻ്റെ മുക്കിടത്തിൽ നിന്ന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം കർത്താവേ, ശിരസിൻ്റെ രോഗം അനുഭവിക്കുന്നവരും കർത്താവേ അങ്ങ് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ് വേദനക്കാർ കർത്താവേ, ശിരസ്സിന് ഞരമ്പുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നവർ കർത്താവെ, കുടുങ്ങിയിരിക്കുന്നവർ, തല പൊട്ടുന്ന പോലെ വേദന ഉള്ളവർ കർത്താവ്, തലക്ക് വേദന, ചെവിക്ക് കേൾക്കാൻ പറ്റാത്തവർ, ചെവിന് പഴുപ്പ് വരുന്നവർ, മൂക്കിന് അഡിനോയിഡിൻ്റെ അസുഖങ്ങളുള്ളവർ കർത്താവ്, പലതരത്തിൽ തൈറോയിഡ് രോഗികളെ, ടോൺസൈറ്റ് രോഗികളെ കർത്താവിൻ്റെ വിശുദ്ധമായ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ മഹത്വം, മഹത്വം, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ
പ്രാർത്ഥിക്കുന്നു സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മകളെ കക്ഷത്ത് എന്തോ ഒരു കുരുവും പരുവും പോലെ വന്നിട്ട് അതിങ്ങനെ ഇടക്ക് പൊട്ടും, പിന്നെയും വരും, ഇങ്ങനെ നിൽക്കുകയാണ്. അത് കാരണം ഉടുപ്പിലൊക്കെ ചില പഴുപ്പ് അറിയാതിരുന്ന് പൊട്ടുമ്പോൾ ഉടുപ്പിൽ പഴുപ്പുണ്ടാകും. ചില സമയത്ത് അവിടെ കല്ലച്ച പോലെ ഇരിക്കും, പഴുപ്പില്ല, പക്ഷേ വലിയ മുള്ളു കുത്തണ പോലുള്ള വേദനയോടുകൂടി ഇങ്ങനെ മരവിച്ചിരിക്കും. ഈ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കണേ. ഉദരസംബന്ധമായിട്ട് ഒത്തിരിയേറെ വിഷമം അനുഭവിക്കുന്നവരുണ്ട്. അവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ചിലപ്പോൾ ഉദരത്തിൽ ഇപ്പോൾ ചിലക്ക് വയറ് വീർത്തിരിക്കും, ചിലക്ക് കുടലിൽ ബ്ലോക്ക് ചെയ്തിരിക്കും, ചിലക്ക് കുടലിൽ കുരുക്കളുണ്ടാകും. ഇല്ലേ? എന്തോ ഒരു സങ്കടമാണെന്നറിയാം. ഉറക്കവും വരത്തില്ല, ഉറങ്ങാനും പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാനും പറ്റത്തില്ല. വല്ലാത്ത വിഷം. വയറ്റിൽ നിന്ന് പോകാത്തവരുണ്ടാകും, 2-3 ദിവസമായിട്ട് പോകാത്തവരൊക്കെ ഉണ്ടാകും. ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ ബ്ലോക്ക് ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ അടിവയറ്റിൽ ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കണം. അടിവയറ്റ് കഴിച്ച് പ്രാർത്ഥിക്കണേ. അവന് ചിലർക്ക് ഇങ്ങനെ വയറ് ഇങ്ങനെ വീർത്തുകൊണ്ട് വരും. അതായത് ആമാശയം തന്നെ അൺകൺട്രോളബിളായിട്ട് ഇങ്ങനെ വികസിക്കുന്നവരുണ്ട്. അവരൊക്കെ ഈ സമയത്ത് ആമാശയം ചുട്ടി വരും. കർത്താവിൻ്റെ നാമത്തിൽ നീ നിൻ്റെ കൈവച്ച് വിശ്വാസപ്രമാണം അറിയാമെങ്കിൽ വിശ്വാസപ്രമാണം ചെല്ലണം. അല്ലെങ്കിൽ യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം എന്ന് പറഞ്ഞാൽ മാത്രം മതി. കർത്താവ് നിന്നെ സഹായിക്കുന്ന സമയമാണ്. അവന് അൾസർ രോഗികൾ അവരെ അടിവീറ്റ് കഴിക്കണം. കുടലിന് പിന്നെ മക്കളില്ലാത്തവർ. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 22 കൊല്ലമായി. ഇപ്പോൾ 22 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ കാര്യം അറിയാമോ? ഇവിടുത്തെ മാക്സിമം ഡേറ്റ് 22ആണ്. ഇന്നുവരെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നവർ 4 വർഷം മുതൽ 22 വർഷം വരെ ആണ് ഇവിടെ നമുക്ക് ഇന്നുവരെ കിട്ടിയിരിക്കുന്ന സാക്ഷ്യങ്ങൾ. 22 വർഷമായിട്ട് മക്കളില്ലാത്തവർ കർത്താവ് ഈ ആൾക്കാരിൽ നിന്ന് മക്കളെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറേ മരുന്ന് കഴിച്ചതാണ്, ഞങ്ങളത് നിർത്തി എന്നൊക്കെ പറയുന്നത്. ഇനി പക്ഷേ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ഈശോയ്ക്കൊരു നിമിഷം മതി, ഒരു നിമിഷം മതി. എന്നിട്ട് പക്ഷേ നിങ്ങൾ പറയണം, കർത്താവ് ഒരു കുഞ്ഞിനെ തന്ന ജീവിതകാലം മുഴുവൻ നിനക്ക് സാക്ഷിയായി വിശുദ്ധിയോടും കൂടി അതുപോലെ തന്നെ സാക്ഷിയായി സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കും എന്ന് പറയണം. അതങ്ങനെ പറഞ്ഞ് ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെന്ന് പറയണം. ഒരു കൊച്ചിനെ കണ്ടിട്ട് കളിയും ചിരിയും കാണാനാണെന്നല്ല പറയേണ്ടത്. എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറയണം. എനിക്ക് കുഞ്ഞിനൊക്കെ തന്നാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. പക്ഷേ കർത്താവിൻ്റെ ഒരു പോളിസി ഒരു വ്യത്യസ്തമായ പോളിസിയാണ്. കർത്താവ് പറയണത് കുഞ്ഞില്ലെങ്കിലും മഹത്വപ്പെടുത്താമല്ലോ എന്ന് പറയും. അഭിഷേകം കിട്ടിയാൽ മതിയെന്ന് പറയും. അതാണ് ഈശോ പറയണത്. ഭക്ഷണം കഴിക്കാതെ മഹത്വപ്പെടുത്ത്, കഴിക്കണവൻ കഴിച്ച് മഹത്വപ്പെടുത്ത്, കഴിക്കണവൻ കഴിക്കാത്തവനെ കുറ്റം പറയരുത്, കഴിക്കണവൻ കഴിക്കാത്തവനെ കുറ്റം പറയരുത്. അങ്ങനെയൊന്നും അതൊരു ദൈവദൃശ്യത്തിൽ അതൊന്നും വിഷയമല്ല. ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ആന്തരിക അഭിഷേകം, നിങ്ങളുടെ ഇല്ലായ്മയുടെ മേലിൽ ആന്തരിക അഭിഷേകം കിട്ടിയാൽ മതി. അങ്ങനെയും പ്രാർത്ഥിക്കാം. പിന്നെ പക്ഷേ ഞാനിപ്പോൾ എന്തിങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ചേച്ചിമാരെ കണ്ട് അവർക്ക് കൊച്ചില്ലെങ്കിൽ കെട്ടിത്തൂങ്ങുമ്പോൾ നടക്കുന്ന ചേട്ടത്തിമാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചത് ഞാനത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കും. ഞാൻ പറയും അവർ എന്ത് പ്രത്യേക മാനസികാവസ്ഥയാണ്, അവർ കൊച്ചിനെ കൊടുക്കാൻ പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ളത് വിഷമിക്കണ്ട. അത് നിങ്ങൾ അടിവെച്ച് കൈവെക്കുക. കർത്താവ് നിനക്ക് കുഞ്ഞിനെ തരും. എന്നിട്ട് ഒന്ന് സാക്ഷ്യം പറയാമെന്ന് പറയണം ശരിക്കും. അപ്പം അതുപോലെ നടുവേദനക്കാരല്ലേ, നടുവിന് വേദനയുള്ളവർ, നമുക്കറിയാം നടുവിനൊക്കെ വേദന വന്നുള്ള അവസ്ഥ എന്താ? ഒരു ജോലിയും നടക്കത്തില്ല, ഒന്നും മരന്ന് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല, മനുഷ്യന് ചരിഞ്ഞ് പോലും കിടക്കാൻ പറ്റത്തില്ല. ചിലക്ക് 5 കസ ഇപ്പോൾ ഗൂഗിൾ മീറ്റിലൊക്കെ കണ്ടവർ അച്ഛാ എൻ്റെ 5 കസേരയൊക്കെ തെറ്റി കിടക്കുകയാണെന്നൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് സങ്കടം വരുന്നത് കേൾക്കുമ്പോൾ.
അതൊക്കെ കേൾക്കുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ഒരു കസേര തെറ്റിയാൽ തന്നെ എന്തോ ഒരു മനുഷ്യന് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഒരു ജോലി വരാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, ഓരോരുത്തർ ഇരിക്കാൻ പറ്റത്തില്ല. ആ മുഖത്ത് നോക്കും, വേദനയുള്ളതിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും റിലേ പോയിരിക്കുന്ന മുഖമാണെന്ന്. അപ്പം അതെല്ലാം നമ്മൾ ഈ സമയത്ത് കർത്താവിൻ്റെ ദൃശ്യനെ ഓർക്കുക. എൻ്റെ മക്കളെ, എവിടെയെല്ലാം രോഗമുണ്ട് അവിടെയെല്ലാം നിങ്ങൾ കൈവെക്കുക കർത്താവിൻ്റെ നാമത്തിലെ. എവിടെയെല്ലാം രോഗമുണ്ട് അവിടെയെല്ലാം കൈവെക്കൂ. ഇനി ജനനേന്ദ്രിയത്തിലാണെങ്കിലും നിങ്ങൾ പ്രൈവറ്റുള്ള സ്ഥലത്താണ് ഇരിക്കണമെങ്കിൽ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ബ്ലീഡിങ് മാറാത്ത ആൾക്കാരില്ല, അടിവെറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അവർ. ബ്ലീഡിങ് വന്നിട്ട് മാറാത്തവർ, പിരിസൊക്കെ അല്ലാത്തവർ, പിരിസ് ഇങ്ങനെ 7 മാസം കൂടുമ്പോൾ വരണവർ, പിന്നെ വന്നാൽ തന്നെയും ഭയങ്കര ഘടനകരമായ വേദന അനുഭവിക്കുന്നവർ, നിലത്ത് കിടന്ന് ഉരുളുന്നവർ, ഇങ്ങനെ കുറേ തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം അതായത് അവരെല്ലാം കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. എവിടെയെല്ലാം വേദനയുണ്ടോ അവിടെയെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. ഈശോയെ, പുറത്ത് പറയാവുന്ന രോഗങ്ങള്, പറയാൻ പാടില്ലാത്ത രോഗങ്ങള്, പലതരത്തിലുള്ള ആന്തരിക സംഘർഷം അനുഭവിക്കുന്നവരെ എല്ലാ രോഗങ്ങളെയും അങ്ങ് തൊടണമേ. കർത്താവേ, സിസ്റ്റുകള്, ഈശോയുടെ രോഗങ്ങള് ഈശോയെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, അൾസർ രോഗങ്ങള്, അർസസ് രോഗങ്ങള്, ആന്തരിക അവയവങ്ങൾക്ക് ഈശോയെ കേടുപാടുള്ളവരെ യേശുവിന്റെ നാമത്തിലെ, ത്വക്ക് രോഗികള്, അലർജി രോഗികള് യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ജോലിക്ക് ട്രൈ ചെയ്ത് സഞ്ചരിച്ച് പോകാൻ പോലും പറ്റാത്തവരുണ്ട് പലതരത്തിലും. അപ്പോൾ അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ്. നിങ്ങളും അവരെ ഓർക്കണം. നിങ്ങൾക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് എൻ്റെ കാര്യമല്ലെന്ന് വിചാരിക്കരുത്. അത് ക്രിസ്തീയമല്ല. കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളുമല്ല നിങ്ങൾ. അപ്പം അതുകൊണ്ട് ജോലി ഇല്ലാത്തവർ, നിങ്ങൾക്കറിയാവുന്നവർ ഈ സമയത്ത് അമ്മമാരാൻ്റെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അത് വലിയ പ്രശ്നമാണ്. ജോലി ഇല്ലാതെ ജീവിച്ചു കഴിയുമ്പോൾ ഒരു കുടുംബത്തെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാണ്ട് വരും. അതിൻ്റെ പേരിലുണ്ടാകുന്ന വേറെയും ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ വേറെ ഒത്തിരി. സമാധാനം തന്നെ ഉണ്ടാകത്തില്ല. ആധ്യാത്മികതയും പോലും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ വിഷമത്തിലാകും. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രായമായവരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഈ പ്രായമായവരെയൊക്കെ ആരും നോടുകയെന്ന് കുത്തുകയെന്ന് ഇടുകയൊന്നും ചെയ്യരുത്. എല്ലാം പണി കിട്ടുന്ന പരിപാടികളാണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും പ്രായമായവരോട് മര്യാദയില്ലാതെ പെരുമാറുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ദൃശ്യത്തിന് അനുതാപപ്പെടണമെന്നാണ് ഇപ്പോൾ കർത്താവ് ആവശ്യപ്പെടുന്നത്. അവരെ തട്ടിക്കളിക്കുക, ഉന്തി പുറത്താക്കുക, അവർക്ക് വേണ്ട സമയത്ത് മരുന്ന് കൊടുക്കാതിരിക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, അവരെ മനസ്സിനെ പീഡിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പരിപാടികൾ അങ്ങ് അവസാനിപ്പിച്ചേക്കണം. മാപ്പ് ചോദിച്ചേക്കണം. നീ അനുഗ്രഹിക്കപ്പെടും. നീ അനുഗ്രഹിക്കപ്പെടുന്നത് കൊണ്ടാണ് അച്ഛന് ഈ ദർശനം ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഈ ഒരൊറ്റ വിഷയം കൊണ്ട് തന്നെ നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് നിന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നീ ഏറ്റവും മോശം കക്ഷിയാണെന്ന് നീ വിചാരിക്കരുത്. നിന്നെ കർത്താവിനെ അനുഗ്രഹിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ കർത്താവ് പറഞ്ഞില്ലേ ധനികനോട്, നിനക്കൊരു കുറവുണ്ട്. ചിലപ്പോൾ ആ ഒരു കുറവായിരിക്കും ഇത്. ചിലപ്പോൾ ഇതിൻ്റെ പ്രായമുള്ളവരോട് നീ കാണിക്കുന്ന ദാർഢ്യം എന്തെങ്കിലും ആയിരിക്കും. ആ ഒരു കുറവ് ആണെങ്കിലും ഒരു കുറവ് കർത്താവ് അത് പറയും. അല്ല, 9 നന്മയുണ്ടല്ലോ, ഒരു കുറവല്ല, അത് ആരെയില്ലെന്ന് കർത്താവ് കണ്ണടക്കത്തില്ല. ഒരു കുറവ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ കാണിച്ചു തന്നിരിക്കണം. കർത്താവ് ദർശനത്തിൽ കാണിച്ചു തന്നിരിക്കണ ഈ വിഷയമല്ലേ.
നിന്നേക്കാൾ പ്രായമായി ഇങ്ങനെ കിടക്കണം നിർബന്ധവുമില്ല. നിന്നേക്കാൾ മുതിർന്ന വ്യക്തികളോട് നീ ഒരു അവഗണനയോ അവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യം നീ എൻ്റെ പെരുമാറ്റം ഉണ്ടെങ്കിൽ ഇപ്പം നീ അത് അവസാനിപ്പിച്ചാൽ നിനക്ക് ഇന്ന് കർത്താവ് അനുഗ്രഹം തരും. പ്രത്യേകിച്ച് നല്ല ദിവസമാണ്, അമ്മയുടെ ജന്മദിന ദിവസമായതുകൊണ്ട് ഇതൊക്കെ വലിയ ആഘോഷത്തോടുകൂടി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന വലിയ കാര്യങ്ങളാണ്. സ്തുതികട ഹല്ലേലൂയ. കർത്താവെ, പുതിയ രോഗികളെ, കർത്താവ് ജീവിതാവസ്ഥകൾ, ജീവിതത്തിന് സമാധാനം, ഓരോരോ കാരണങ്ങൾ കൊണ്ടില്ലാത്തവരെ, കേസുള്ളവരെ, വീടില്ലാത്തവരെ, കർത്താവ് മക്കളുടെ വിദ്യാഭ്യാസം ഒത്തുവരാത്തവർ, അവർക്ക് ജോലിയില്ലാത്തവർ, അഡ്മിഷൻ കിട്ടാത്തവർ, കുടുംബ സമാധാനം ഇല്ലാത്തവരെ ഈശോ അവരെ സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷ വെക്കാൻ പോണവർ, വെച്ചിരിക്കുന്നവർ, നൈപുണ്യ പരീക്ഷകൾ, അങ്ങനെയുള്ള പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, കർത്താവ് അതിൻ്റെ അവരുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അവൻ്റെ മികവിൻ്റെ തെളിവിൻ്റെ പരീക്ഷകളുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, OIT-ക്കാരെ കർത്താവ്, അതുപോലെ തന്നെ കർത്താവ് ഹാദ്യ പരീക്ഷയുള്ളവർ, MOS പരീക്ഷയുള്ളവർ, വ്യത്യസ്തങ്ങളായ യോഗ്യതാ പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, സമാധാനം ഇല്ലാത്തവർ, ഭാര്യാഭർത്താക്കന്മാരെ കർത്താവ് അകന്ന് കഴിയുന്നവർ, ഒരേ വീട്ടിൽ താമസിച്ചിട്ടും മാനസികമായി അകന്ന് കഴിയുന്നവർ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവർ, കർത്താവേ, ഗർഭിണികളെ ഉള്ള ഗർഭത്തിച്ച് പിന്നെ രോഗമുള്ളവർ, വയറൊക്കെ വെച്ചിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണിച്ചു തരുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്ന ഗർഭത്തെ ശിശുക്കളുടെ സൗഖ്യത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ശരീരത്തിലെ വേദന കുരുക്കളുള്ളവരെ, നെറ്റിക്ക് 2-3 കുരുക്കൾ ഒരിക്കലും മാറാൻ നിൽക്കുന്നവരെ ഇപ്പോൾ സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്ന കർത്താവേ, മുടി കൊഴിച്ചുള്ളവരെ സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്ന കർത്താവേ, കർത്താവ് ഉള്ളം കാലം ഉച്ചവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിൽക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, ഉള്ളം കാലം ഉച്ചവരെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിൽക്കപ്പെടേ പ്രാർത്ഥിക്കുന്ന, മാറിയ രോഗങ്ങളെ, തീരാവസ്ഥകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് കുടുംബ സമാധാനം ഇല്ലാത്തവരെ, കർത്താവ് വഴക്ക് കേസുകൾ, വാക്കാണങ്ങൾ, പോലീസ് കേസുകൾ, പല കേസാക്കപ്പെട്ടിരിക്കുന്നവരെ, വ്യവഹാരങ്ങൾ, കർത്താവ് യേശു ക്രിസ്തു നീതിയും സമാധാനം നേടുവാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ കുടുംബങ്ങളെ ആശീർവദിക്കപ്പെടട്ടെ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. സമാപന ആശീർവാദം മേടിക്കാൻ പോവുകയാണ്. ശിരസ്സ് നമിച്ച്, നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്താണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ മുട്ട നിൽക്കാൻ പറ്റുമെങ്കിൽ മുട്ടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നല്ലതാണ്.